നമ്മൾ പുതിയ പരിപാടി ആരംഭിക്കുകയാണ്. ടു ടെൽ ദ ടെയിൽ, അതാണ് നമ്മുടെ പരിപാടി. എന്താണ് ഈ പരിപാടി എന്ന് ആദ്യത്തെ എപ്പിസോഡിൽ നമുക്കൊന്ന് വ്യക്തമാക്കാം. അതായത് ഇത് പുസ്തകങ്ങളെ പറ്റിയുള്ളൊരു വർത്തമാനമാണ്. പുസ്തകങ്ങളെ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ നിരവധിയായിട്ട് വായിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ്, സിനിമ, രാഷ്ട്രീയം തുടങ്ങിയ സംഭവങ്ങളുടെ അത്ര തോതിൽ ആളുകൾ കൺസ്യൂം ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ അത് സംസാരിക്കുന്നില്ലെങ്കിലും പുസ്തകങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലയാളികൾക്ക്. അതിനെക്കുറിച്ചുള്ളൊരു വർത്തമാനം നമ്മുടെ നാട്ടിലെ മലയാളത്തിലും പുറത്തുമൊക്കെയുള്ള മലയാളികൾ വായിക്കുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് വെറുതെ ഒരു സംസാരം എന്ന് വെച്ചാൽ വലിയ ഗൗരവമുള്ള നിരൂപണമോ മറ്റോ ഒന്നുമല്ല, പക്ഷേ ചെറിയ ലളിതമായിട്ട് പുസ്തകങ്ങളെ പറ്റി സംസാരിക്കുക, അതിനകത്ത് തീമിനെക്കുറിച്ചും അത് സമൂഹത്തിലുണ്ടാക്കിയ ചലനങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുക പരസ്പരം എന്നാണ് അത്രേ ഉദ്ദേശിക്കുന്നത്. ടു ടെൽ ദ ടെയിൽ എന്ന പേര് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ആത്മകഥയുടെ പേര്, അദ്ദേഹം ആത്മകഥാ സമാനമായിട്ട് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ലിവിങ് ടു ടെൽ ദ ടെയിൽ എന്നാണ്. അതിനകത്ത് നിന്നാണ് നമ്മൾ ഈ ടു ടെൽ ദ ടെയിൽ എന്ന പേരെടുത്തിരിക്കുന്നത്. അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ഇതൊരു ദുരന്ത പ്രണയകഥയാണെന്ന് പറയുമെങ്കിലും എങ്ങനെയാണ് ഒരു മലയാളിയെ സംബന്ധിച്ച് ഇത് പ്രധാനപ്പെട്ട ഒരു ബുക്കാകും? വൈരുദ്ധ്യങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷമാണ് മനുഷ്യരെ കലയുടെ ആനന്ദത്തിലേക്ക് നയിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് 94 പേജുകളിൽ ബഷീർ വെച്ചിരിക്കുകയാണ്. ഒരു 3-4 തലമുറയായിട്ട് ഈ പുസ്തകം മലയാളി വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു കയറിയ ഒരു ഏടാണ്. നമ്മുടെ കുട്ടിക്കാലാണ് ഏറ്റവും മനോഹരം. നമ്മൾ ലോകത്തെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലത് പതിഞ്ഞിരിക്കും. നമുക്കറിയില്ല ഒരു കലാസൃഷ്ടി എങ്ങനെയാണ് അതിജീവിക്കുക എന്നുള്ളത്. സാഹിത്യകൃതി എന്ന് പറഞ്ഞാൽ ഈ 82 കൊല്ലക്കാലം അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തോ ഒരു ശേഷിയുണ്ട് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി. അപ്പോൾ മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ബുക്കാണ്, പക്ഷേ അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മളിതുപോലെ പുസ്തകങ്ങളെ പറ്റിയുള്ളൊരു പ്രോഗ്രാം തുടങ്ങുന്നു, അതൊരു വീക്ക്ലി പ്രോഗ്രാം ആകുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നിലേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നിരന്തരം തുടരുന്ന ഒരു പ്രോഗ്രാമാണ് എങ്കിൽ അതിന് സെലക്ട് ചെയ്യാവുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മലയാളത്തിൽ ഒരുപാട് ക്ലാസിക് എന്ന് തന്നെ വിളിക്കാവുന്ന വളരെയേറെ ആളുകൾ വായിച്ചിട്ടുള്ള സാഹിത്യ മൂല്യവും നമ്മുടെ ജീവിതത്തിൻ്റെ സത്യ ആകെ കുറുക്കി വെച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ പല പുസ്തകങ്ങളും നമ്മൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ബാല്യകാല സഖി അതിലൊന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരിൽ ഒരാളാണ്. അപ്പോൾ അതിൽ ബാല്യകാല സഖി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ്. 1944 ബാല്യകാല സഖി പബ്ലിഷ് ചെയ്യുന്നത് ആദ്യമായിട്ട്. 1944 എന്ന് വെച്ചാൽ 82 വർഷമായി. 82 ഇയേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാടൊരു വലിയ കാലമാണ്. 82 വർഷങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്യപ്പെട്ട ഈ പുസ്തകം ഇപ്പോഴും ആളുകൾ വായിക്കുക. ഇപ്പോൾ DC ബുക്സ് ഇറക്കിയ, ഞാൻ ഈ ബുക്ക് തേടിയിട്ട് പോയി DC ബുക്സിൽ, അപ്പോഴും ഇപ്പോൾ അവിടെ വിൽപ്പനയുണ്ട് ഇത്. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിശ്ചയമായിട്ട് ഇതിപ്പോൾ 76ാമത്തെ പതിപ്പാണ്. 76ാമത്തെ പതിപ്പാണ് DC ബുക്സ് ഇറക്കിയിരിക്കുന്ന ഈ പുസ്തകം. എന്ന് വെച്ചാൽ ഇപ്പോൾ 82 കൊല്ലം എന്ന് വെച്ചാൽ ഒരു 3-4 തലമുറയാണ്. ഒരു 3-4 തലമുറയായിട്ട് ഈ പുസ്തകം മലയാളി വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആകെ 94 പേജ് ഈ പുസ്തകം ആദ്യം പബ്ലിഷ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത പല കാര്യങ്ങളുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ പേജുകളുണ്ട്. ഈ പുസ്തകത്തിൽ ഇപ്പോൾ 125 പേജുകളുണ്ട്. പക്ഷേ അതിനകത്ത് അനുബന്ധമായിട്ട് ബഷീർ എഴുതിയതും ഈ അവതാരിക എല്ലാം കൂടി ചേർന്ന് വന്ന് വലുതായതാണ്. ആകെ 94 പേജുകൾ മാത്രമുള്ള 1944 അച്ചടിച്ചപ്പോൾ വെറും 1.25 രൂപ മാത്രം. അത് 1 ഉറുപ്പിക 4 അണ എന്ന മറ്റോ ആണ്. ഏതാണ്ട് 500 കോപ്പി മാത്രം അടിച്ചൊരു പുസ്തകമായിരുന്നു. വളരെ ചെറിയൊരു പുസ്തകം. ഒരു നീണ്ട ചെറുകഥയാണോ അല്ലെങ്കിൽ ചെറിയ നോവലാണോ എന്ന് അക്കാലത്ത് തന്നെ സംശയിച്ചൊരു ചെറിയ പുസ്തകം. അത് അവതാരികയിൽ MP പോൾ പറയുന്നുണ്ട്. അതെ MP പോൾ അത് പറയുന്നുണ്ട്. ഇതിപ്പോൾ നോവൽ എന്നാണോ വിളിക്കേണ്ടത് ഇതിപ്പോൾ? പക്ഷേ MP പോളിൻ്റെ അവതാരികയിൽ വളരെ പ്രശസ്തമായൊരു കാര്യമുണ്ടല്ലോ, അതായത് ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു കയറിയ ഒരു ഏടാണ്. അത് ഒരുപാട് കാലം ഈ ബാല്യകാല സഖിയെ പോലെ തന്നെ നോവലിനെ പോലെ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു വാചകമാണ് ഈ പറയുന്ന ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണ്. വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു, ചിലർക്ക് ചുടുചോര കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു പേടിയും അറപ്പും തോന്നും, ബോധക്ഷയം തന്നെ സംഭവിച്ചേക്കാം. അങ്ങനെയുള്ളവർ സൂക്ഷിച്ച് വേണം ഈ പുസ്തകം വായിക്കാൻ. ഈ അവതാരിക തന്നെയും ആ കാലത്ത് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതുക എന്നുള്ളതും ഒരു സവിശേഷതയാർന്ന കാര്യമാണ്. MP പോൾ വളരെ മഹാനായിട്ടുള്ള ഒരു ആളാണ് എഴുതിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ പ്രത്യേകത അതിനുണ്ട്. ഈ ജീവിതത്തിനും വലിച്ചു കയറിയ ഒരു ഏടാണ് എന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമാണ്. സമ്പൂർണ്ണമായിട്ട് ഇതിനെ അടയാളപ്പെടുന്നതാണ് എന്ന് നമുക്ക് കാണാം. കാരണം ചെറിയ പുസ്തകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ആ 92 പേജുകൾക്കകത്ത് ജീവിതത്തിൻ്റെ ആകെ സത്തയെ ബഷീർ ഇങ്ങനെ ഏറ്റവും ലളിതമായിട്ട് എന്നാൽ അതിഗഹനമായിട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണെന്ന് കാണാം നമുക്ക്. അതിൽ നമ്മൾ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ഇതൊരു ദുരന്ത പ്രണയകഥയാണെന്ന് പറയുമെങ്കിലും എങ്ങനെയാണ് ഒരു മലയാളിയെ സംബന്ധിച്ച് ഇത് പ്രധാനപ്പെട്ട ഒരു ബുക്കാകുന്നത്? ഇത് ദുരന്ത പ്രണയകഥയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഒരു ദുരന്ത കഥയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഇപ്പം MP പോൾ ഇതിനകത്ത് ഇതിനു മുമ്പ് അങ്ങനെ എഴുതുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ
കഥാകാരൻ്റെ ഗ്രന്ഥകാരൻ്റെ ഈ ജീവിതത്തോടുള്ള മനോഭാവം തന്നെ ഇങ്ങനെ ഇരുണ്ടതായി പോയിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ഇതിനകത്ത് എഴുതുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു പുസ്തക പര്യവസായിലേക്ക് എത്തിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് ഇത് കാണുന്നത്. ഒരു കുറേ ഡാർക്കായിട്ടുള്ള ഒരാൾക്ക് മാത്രമല്ലേ എഴുതാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹം ഇപ്പം സംശയിക്കുന്നുണ്ട്. ഇപ്പം നമുക്കിത് വായിക്കുമ്പോൾ ആ ഒരു ഫീൽ തോന്നുമെന്ന് വെച്ചാൽ 82 കൊല്ലക്കാലത്തിനിടക്ക് മലയാളി വളരെ വലിയ കാര്യങ്ങൾ പരിചയിച്ചു. ഇപ്പോൾ അക്കാലത്ത് സാഹിത്യം മാത്രമായിരുന്നു പ്രധാനപ്പെട്ട ഇത്തരത്തിലൊരു ഒരു ആനന്ദോപാധി എങ്കിൽ പിന്നീട് സിനിമ വന്നു, സീരീസ് വന്നു, ഒരുപാട് കാര്യങ്ങൾ വന്നു. പിന്നെ നോവലുകളുടെയും കവിതകളുടെയും പുസ്തകങ്ങളുടെയും ഒക്കെ വലിയൊരു പ്രവാഹം തന്നെ ഉണ്ടായി. ഇപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഇത്തരം കാര്യങ്ങൾ കടന്നു വന്നു. നമ്മളെല്ലാം കണ്ടൻ്റായിട്ട് ഇപ്പോൾ ഒടുവിൽ റീലുകളായിട്ട് വരെ നമ്മൾ പലതും കാണുന്നു. അപ്പോൾ അതുകൊണ്ട് അക്കാലത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യർ ദുരന്തങ്ങളോടൊക്കെ കുറെ കൂടെ പരിചയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. ഇത് ദുരന്ത പര്യവസായിയായിട്ടുള്ളൊരു പ്രണയകഥയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തെ ആകെ ചേർത്ത് വെച്ച ഒരു പുസ്തകമായിട്ട് കൂടെ കാണണം. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനകത്ത് എന്താ കാണുക? കുട്ടിക്കാലത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ജീവിതം, അതേ മനുഷ്യർ വലുതാകുമ്പോഴേക്ക് അവരെ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അതാണ് അതിൻ്റെ ഒരാകെയുള്ള സത്ത. അപ്പോൾ ഞാൻ പറഞ്ഞത് കുട്ടിക്കാലം തൊട്ട് ഒരു മനുഷ്യൻ ജീവിച്ച് വളർന്ന് മരിച്ചു പോകുന്നത് വരെയുള്ള മനുഷ്യർ ജീവിതം എന്ന് സ്വതവേ വ്യവഹരിക്കാറുള്ള ഈ ജീവിതം എന്ന് നമ്മൾ ആകെപ്പാടെ പറയുന്ന സംഗതിയെ ആകെ ബഷീർ 94 പേജുകളിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അതിൻ്റെ പല അടരുകളുണ്ട്. സുഹറയും മജീദും എന്ന് പറയുന്ന ചെറുപ്പകാലത്ത് ഈ മാവിൻ ചോട്ടിൽ വെച്ച് കാണുന്ന തൊട്ടിട്ട് അവസാനം ഇവർ വേർപിരിയുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുഹറ മരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർ തമ്മിൽ കാണുന്നില്ല. മജീദ് വേറൊരു അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര സീരിയസ് ആയി ചിലപ്പോൾ വായിക്കുന്നവർക്ക് ട്രോമയുണ്ട്, ഇപ്പോഴത്തെ വാക്കിൽ പറഞ്ഞു ട്രോമ ഉണ്ടാക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇത് പറയുമ്പോഴേ ഇവരെ ഒരു ലൈറ്റ് മൊമെന്റ്സ് ഉണ്ട് കുറേ. ഈ ലൈറ്റ് മൊമെന്റ്സ് ഇപ്പോഴത്തെ യുവാക്കളുടെ ജെൻസിയുടെ ഒക്കെ ഈ ബെസ്റ്റി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അന്നത്തെ കാലത്ത് തന്നെ ബഷീർ എഴുതി വെക്കുന്നു പറയുന്ന ഒരു അത്ഭുതം പോലെ കുറേ സന്ദർഭങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതിൽ, അത്ഭുതം പോലെ. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ പറയുന്ന എല്ലാ ട്രോമകളും, മനുഷ്യബന്ധങ്ങളുടെ പ്രശ്നങ്ങളും, ബെസ്റ്റി എന്ന് വിളിക്കാവുന്ന ബന്ധങ്ങളും, ആൺപെൺ ബന്ധങ്ങളും ഒക്കെ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ ബഷീറൊക്കെ എഴുതുന്നത് വരെ അത് മലയാള സാഹിത്യത്തിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കാരണം അത് വേറെ തരത്തിൽ, എന്ന് വെച്ചാൽ മനുഷ്യർക്ക് അങ്ങനെ വായിച്ച് മനസ്സിലാക്കാനാകാവുന്ന വിധത്തിലുള്ള സാഹിത്യ ഭാഷയായിരുന്നില്ല ഉണ്ടായിരുന്നത്. പക്ഷേ ബഷീറൊക്കെ വരുമ്പോഴേക്ക് ഇതിനെ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കുട്ടിക്കാലവും പിന്നെ മുതിർന്ന കാലവും ഇതൊരു കോൺട്രാസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും, ലോകത്തെല്ലാ ആളുകൾക്കും ഏത് ഭാഷയിൽ എഴുതിയാലും മനസ്സിലാകാവുന്ന ഒരു കോൺട്രാസ്റ്റിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബഷീർ ഇതിനകത്ത്. അത് വളരെ മനോഹരമായ കുട്ടിക്കാലം. പക്ഷേ നിങ്ങൾ മുതിരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വരികയാണ്, ദുരന്തങ്ങൾ വരികയാണ്, അങ്ങനെ തീർന്നു പോവുകയാണ്. ഇത് ഏത് കാലത്തും, അത് 82 വർഷങ്ങൾക്ക് ഇപ്പുറം വായിക്കുമ്പോൾ ഒരാൾക്ക് ഇപ്പം ഞാൻ ഈ പുസ്തകം നമ്മൾ ഈ പരിപാടി ചെയ്തതിന് ശേഷം എന്നാൽ പിന്നെ വായിച്ചേക്കാന്ന് കരുതിയിട്ട് വായിക്കുന്നൊരു കുട്ടിക്കും അയാളുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ടേക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ കുട്ടിക്കാലം എന്തുകൊണ്ടാണ് സവിശേഷതയായിട്ടുള്ളതായിരിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് എല്ലാം മനോഹരമാണ്, എല്ലാം നിറങ്ങളുള്ളതാണ്. ഏത് ഡാർക്കായിട്ടുള്ള കുട്ടിക്കാലം കിട്ടിയ ആൾക്കും കുട്ടിക്കാലം കുറേയേറെ സന്തോഷകരമായിട്ടുള്ള, കാരണം അവർ ലോകത്ത് ആദ്യമായിട്ട് കാണുകയാണ്. ഇപ്പോൾ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട കവയിത്രിയുണ്ട് ലൂയി ഗ്ലുക്ക് എന്ന് പറയും. ലൂയി ഗ്ലുക്ക് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങൾക്കപ്പുറത്ത് നോബൽ സമ്മാനം വാങ്ങിച്ച ആളാണ്. ലൂയി ഗ്ലുക്കിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഒരു വരിയുണ്ട്. ആ വരി, വി ലുക്ക് അറ്റ് ദ വേൾഡ് വൺസ് ഇൻ ചൈൽഡ്ഹുഡ്, ദ റെസ്റ്റ് ഈസ് മെമ്മറി എന്നതാണ്. അതായത് വി ലുക്ക് അറ്റ് ദ വേൾഡ് വൺസ് ഇൻ ചൈൽഡ്ഹുഡ്, ദ റെസ്റ്റ് ഈസ് മെമ്മറി. നമ്മൾ കുട്ടിക്കാലത്തെ ഒരു തവണയെ, നമ്മൾ ലോകത്തെ ഒരു തവണയെ കാണുന്നുള്ളൂ കുട്ടിക്കാലത്ത്, ബാക്കിയുള്ള എല്ലാം ഓർമ്മകളാണ് എന്നതാണ്. അത് പ്രത്യേകിച്ച് അതിൻ്റെ ആ കവിതാവരിയുടെ അർത്ഥങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അത് നമ്മൾ തന്നെ കണ്ണടച്ചെന്ന് ആലോചിച്ചാൽ നമ്മുടെ കുട്ടിക്കാലമാണ് ഏറ്റവും മനോഹരം. നമ്മൾ ലോകത്തെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലത് പതിഞ്ഞിരിക്കും. ബാക്കിയെല്ലാം പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതം നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ഓർമ്മകളെക്കുറിച്ച് ആലോചിക്കുക. പക്ഷേ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല, നമ്മൾ ഓരോ കാര്യവും പുതുതായിട്ട് കാണുകയാണ്. അവിടെ വെച്ചാണ് ഇവിടെ തുടങ്ങുന്നത്. ആ പുതുതായിട്ട് കാണുന്നതിൻ്റെ ഫ്രഷ്നെസ്, കുട്ടിക്കാലത്തിൻ്റെ ആ ഫ്രഷ്നെസ് ബാല്യകാല സഖിയിൽ ബഷീർ അതിമനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുക. ഇതൊരു 12-13 അധ്യായമുള്ള നോവലാണ്, ചെറിയ ചെറിയ അധ്യായങ്ങളുള്ളത്. അതിൽ 6 അധ്യായവും എന്ന് വെച്ചാൽ പകുതിയോളം കുട്ടിക്കാലത്തെക്കുറിച്ചുള്ളതാണ്. എന്താണ് ബഷീർ ആദ്യം തന്നെ ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു, എന്നിട്ട് ഇവർ മാവിന്മേ കയറുന്നു, ഈ മാങ്ങ കൊണ്ടുപോയി കൊടുക്കുന്നു, വഴക്ക് തീരുന്നു, ഇവർ സുഹൃത്തുക്കളാവുന്നു, ഇവരുടെ ഒരാളുടെ മാർക്ക കല്യാണവും ഒരാളുടെ കാതുകുത്തും നടക്കുന്നു, അവിടങ്ങളിലേക്ക് അവർ പോകുന്നു. പിന്നെ അവർ പതുക്കെ പതുക്കെ വലുതാകുന്നു. പിന്നെ അവർ ഈ കാലിലൊരു പരുവന്ന് പഴുത്തിട്ട് അത് സുഹറ ഉമ്മ വെച്ച് പൊട്ടുമ്പോൾ അവർക്കിടയിൽ ആദ്യമായിട്ട് മുതിർന്ന ആണും പെണ്ണും തമ്മിലുള്ള ഒരു കിസ് സീന് സംഭവിക്കും. അതിനുശേഷം പിന്നെ മുതിരുകയാണ്. പിന്നെ അവർ ജീവിതത്തിൻ്റെ ഒരു ഡാർക്ക് സംഗതികളിലേക്ക് പോവുകയാണ്. അങ്ങനെയാണല്ലോ ഉള്ളത്. ഈ കുട്ടിക്കാലം നമ്മൾ വായിക്കുന്ന കൊതിയാവും. ആദ്യ അധ്യായമൊക്കെ എന്ന് വെച്ചാൽ അത്രക്ക് മനോഹരമാണ്. അതായത് ഇവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, മജീദ് ഒരു വലിയ പണക്കാരന്റെ മകനാണ്. സുഹറയാണെങ്കിൽ അടക്ക കച്ചവടക്കാരൻ്റെ.
മകളാണ്. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെ ഒരു സ്ഥലത്തും അത് ബുദ്ധിമുട്ടിക്കുന്നേ ഇല്ല. അവർക്കെല്ലാം പുതിയതാണ്. ഇപ്പോൾ മാവിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവൻ ചോദിക്കും, ഞാൻ എനിക്ക് ഇവിടെ എല്ലാം കാണാം, എല്ലാം കാണാമോന്ന്. മക്കം കാണാമോന്ന് ചോദിക്കും. അപ്പോൾ മക്ക മാത്രമല്ല, മദീനത്തെ പള്ളി എനിക്ക് കാണാം എന്ന് പറയും. അപ്പോൾ ലോകത്തെ ഫ്രഷായിട്ട് കാണുന്ന അതിമനോഹരമായിട്ടുള്ള കുട്ടിക്കാലത്തോടെ കോൺട്രാസ്റ്റ് ആയിട്ട് അപ്പുറത്ത് നിങ്ങളുടെ ദുരന്ത പര്യവസായിരിക്കുന്ന ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത തരം ഡ്രാമയാണ്. അതായത് നമ്മൾ കലയിൽ എപ്പോഴും പറയുമല്ലോ, അതിൽ വൈരുദ്ധ്യങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷമാണ് മനുഷ്യരെ കലയുടെ ആനന്ദത്തിലേക്ക് നയിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് 94 പേജുകളിൽ ബഷീർ വെച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ നമ്മുടെ ഇപ്പോൾ പറയുമ്പോൾ ഇതിൽ കുറേ അടരുകളുണ്ട് ഈ ബഷീർ എഴുതുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച്, അല്ലെങ്കിൽ അന്നത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചൊക്കെ ഇതൊക്കെ ഏത് രീതിയിലാണ് പിന്നെ ഇപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്? അതായത് ഇതിനകത്ത് പിന്നെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ അതിപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഈ കാലത്ത് നിന്ന് വായിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും വായിച്ച ആളുകൾ ഇപ്പം ബഷീർ ഇതിനകത്ത് അവതാരികയല്ല, ബഷീർ പിന്നീട് 91 മറ്റോ MP പോളിനെ കുറിച്ച് എഴുതിയൊരു സ്മരണികയിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട്. ബാല്യകാല സഖി എങ്ങനെ എഴുതി, അതിനെങ്ങനെ MP പോളിൻ്റെ അവതാരിക കിട്ടി എന്നതൊക്കെ പറയുന്നൊരു കാര്യമാണ്. അതിനകത്ത് ബഷീർ പറയുന്നുണ്ട്, ഇത് ആദ്യമായിട്ട് അച്ചടിച്ചിട്ട് ഈ അച്ചടിച്ച പേപ്പറും കൊണ്ട് ബോട്ടിൽ പോവുകയാണ്. ബോട്ട് പോകുമ്പോൾ അച്ചടിച്ച ഒരു കോപ്പി കയ്യിലുണ്ട്. അപ്പോൾ അതവിടെ വെച്ചപ്പോൾ അപ്പുറത്തിരുന്നൊരു സ്ത്രീ ചോദിക്കുകയും പറയുകയൊന്നും ചെയ്യാതെ അതെടുത്ത് വായിച്ചിട്ട് അവർ 1.5 മണിക്കൂർ കൊണ്ട് ഒന്നും മിണ്ടാതെ മുഴുവനായിട്ട് വായിച്ചു. എന്നിട്ട് അവരത് അവിടെ വെച്ചു. എന്നിട്ട് ഒന്നും മിണ്ടാതെ ചുമ്മാതെ പിന്നെ കൃമ്മാതെ അങ്ങിരുന്നു എന്നാണ് ബഷീർ എഴുതുന്നത്. കൃമ്മാതെ എന്നുള്ള വാക്ക് ഞാൻ അതിന് മുമ്പും കേട്ടിട്ടില്ല. കൃമ്മാതെ അങ്ങിരുന്നു, ഒന്നും മിണ്ടിയിട്ടില്ല. എന്നിട്ട് ബഷീർ എഴുതുകയാണ്, അവരാരായിരുന്നാവോ, അവരിപ്പോൾ എവിടെയായിരുന്നാവോ എന്ന് എഴുതുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ കാലത്ത് ആദ്യമായിട്ട് വായിച്ച ഒരു സ്ത്രീ, അപരിചിതയായിട്ടുള്ള ആ സ്ത്രീക്കും ഇപ്പോൾ വായിക്കുന്ന നമ്മൾക്കും ഉണ്ടാകുന്ന ഒരു ഫീല് ഉണ്ട്. എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്തൊരു ഫീല് ഈ ബാല്യകാല സഖിക്കുണ്ട്. അതിനകത്ത് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് ശേഷം ഇത് 76ാമത്തെ പതിപ്പാണ്, 82ാമത്തെ വർഷമാണ്. ഒരു 100 വർഷം കൂടി കഴിഞ്ഞാൽ 182ാമത്തെ വർഷത്തിൽ മലയാളത്തിൽ പുസ്തകം വായിക്കുന്ന ആളുകൾ ഇതേ ഫീലുകളിലൂടെ കടന്നു പോകും. അക്കാലത്ത് വന്ന കുറേയേറെ അറിവുകൾ കൂടി ചേർത്ത് വെച്ചിട്ട് ഇവർ ഈ പുസ്തകത്തെ നോക്കി വായിക്കുകയും ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ മുസ്ലിം സമുദായം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒന്നുകൂടെ വായിച്ചപ്പോൾ ഒരു കൗതുകം അതിനകത്ത് വന്നത് 1944 ഈ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ബഷീറിൻ്റെ ഉള്ളിലുള്ളതാകുക അത് 10, 20, 30 വർഷം മുമ്പുള്ള ഒരു ജീവിതമായിരിക്കും. സുഹറയുടെ വാപ്പ ഒരു അടക്ക കച്ചവടക്കാരനാണ്, ദരിദ്രനാണ്. അയാൾ മകളെ പഠിപ്പിക്കുന്നതിനെ പറ്റി പറയുന്നത്, സുഹറയെ വലിയ പരീക്ഷകൾ പാസ്സാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അദ്ദേഹം പറയും, അവൾ വലിയ ഉദ്യോഗം ഭരിക്കുമ്പോൾ നമ്മളെയൊക്കെ മറക്കും. അതെൻ്റെ വാപ്പ ആണെന്ന് പറയാൻ അവൾക്ക് വലിയ നാണമായിരിക്കും. അത് ശരിയാണ്, മജീദ് കള്ളനോട്ടത്തോട് പറയും. സുഹറ വലിയ അന്തസ്സുകാരിയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മകളെ പഠിപ്പിക്കണം എന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇസ്ലാമോ ഫോബിക് ആയിട്ടുള്ള സംഗതികളെ പരത്താനും കേരളത്തിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള മുസ്ലിങ്ങൾ പ്രാകൃതരാണെന്ന ചിന്ത ഇപ്പോഴതൊന്നുമില്ല, കേരളത്തിലില്ല. പക്ഷേ ഇല്ലാത്തൊരു സാധനം പുറത്തു നിർത്തിട്ട് കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാലത്ത് 1944 എഴുതിയ പുസ്തകത്തിൽ അതിനു മുമ്പ് മനസ്സിൽ സങ്കല്പിക്കപ്പെട്ട ഒരു വാപ്പ കഥാപാത്രം അയാളുടെ മകളെ പഠിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്. പക്ഷേ വാപ്പാക്ക് അത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം അതിനു മുമ്പ് മരിച്ചുപോകും. പക്ഷേ അവളെ പഠിപ്പിക്കണമെന്ന് മജീദിൻ്റെ സമ്പന്നനായിട്ടുള്ള വാപ്പയോട് ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ആ വാപ്പായും അത് നിഷേധിക്കുന്നത് പെണ്ണുങ്ങൾ പഠിച്ചൂടാ എന്ന് പറഞ്ഞിട്ടല്ല, എനിക്ക് ഒരുപാട് ആളുകൾക്ക് വേണ്ടി ചിലവ് കൊടുക്കാറുണ്ട്, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരാളെയും കൂടെ ചേർക്കാൻ വയ്യാണ് എന്ന് വെച്ചാൽ പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്നത് ആ കാലത്ത് മുതൽ മനുഷ്യരുടെ മനസ്സിലില്ല എന്നത് ബഷീർ എഴുതിയ പുസ്തകത്തിൽ വായിക്കുകയാണ്. അപ്പോൾ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് അദ്ദേഹം എഴുതുക. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഇത് ഒരു മുസ്ലിം കഥയായിട്ടല്ല ഇത് വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിലും അദ്ദേഹം ഈ മുസ്ലിം സമുദായത്തെ ആകെപ്പാടെ തന്നെയും അനുകൂലിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അതിനകത്ത് മജീദിന് ഈ സമുദായത്തെ പറ്റി, അദ്ദേഹത്തിന്റെ സമുദായത്തെ പറ്റി വലിയ വിമർശനങ്ങളുണ്ട്. മജീദിന്റെ സഹോദരികളുടെ 4 കാതുകളിലും കൂടി 42 തുളകളുണ്ട്. അതൊക്കെ എന്തിന് കുത്തിത്തുളച്ചു? കഴുത്തിലും അരയിലും ഒന്നും സ്വർണ്ണം ഇട്ടിട്ടില്ലെങ്കിൽ എന്ത്? സ്ത്രീധന ഏർപ്പാട് തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ കാതുകുത്തും മറ്റും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സമുദായത്തിന് മാത്രം എന്തിനാണ് ഈ വൃത്തികെട്ട ഏർപ്പാടുകൾ, വൃത്തികെട്ട വസ്ത്രധാരണവും വൃത്തികെട്ട ആഭരണങ്ങളും? നോക്കൂ, ഇപ്പോഴൊക്കെയുള്ളൊരു മുസ്ലിം എഴുത്തുകാരനാണ് വൃത്തികെട്ട വസ്ത്രധാരണമാണ് നമ്മുടെ സമുദായത്തിലെ ആളുകളുടേത് എന്ന് എഴുതിയാൽ മുസ്ലിം സമുദായത്തിനകത്തുള്ള ചില ആളുകളെങ്കിലും വന്ന് പ്രശ്നമുണ്ടാകും അല്ലേ? ആ സമുദായത്തിനകത്തുള്ള ആളുകൾ നമ്മുടെ സമുദായത്തെ ബാഡ് ലൈറ്റ് ചിത്രീകരിക്കുന്നു എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ കാലത്ത് ഇതിനെ വളരെ ഏത് സമുദായം, അപ്പോൾ നമ്മളതിന് വായിക്കേണ്ട ഏത് സമുദായമാണ് ആയെങ്കിലും, മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒക്കെ മനുഷ്യർ ജീവിക്കുമ്പോൾ ചില കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പറഞ്ഞ വൃത്തികെട്ട വസ്ത്രധാരണവും വൃത്തികെട്ട ആഭരണങ്ങളും എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ പിന്നാലെ അദ്ദേഹം മജീദ് പറയാണ്, അല്ലെങ്കിൽ കഥാകാരൻ എഴുതുകയാണ്, ഉമ്മായും ബാപ്പായും ഒന്നും മിണ്ടിയില്ല. തുടർന്ന് മജീദ് ചോദിച്ചുമില്ല, എന്തിനു അവരെ കുറ്റപ്പെടുത്തുന്നു?
ആ തലമുറയുടെ ആചാര മര്യാദ അനുസരിച്ച് അവരത് ചെയ്തു. ആവശ്യമോ അനാവശ്യമോ എന്ന് അവരാരും ചിന്തിച്ചു നോക്കിയില്ല. പഴയ ആചാരങ്ങളിൽ നിന്ന് അണുപോലും വ്യത്യാസം വരുത്തുക അത് വിഷമമാണ്. എന്നാൽ അതിന് വേണ്ട ചുറ്റുപാടുകൾ എവിടെ? ഇതിനകത്ത് വളരെ വളരെ മഹാമനീഷിയായിട്ടുള്ള എഴുത്തുകാരൻ നമ്മൾ കാണണം. അതായത് സമുദായത്തെ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുക എന്നല്ല. മനുഷ്യർ ജീവിക്കുന്നത് അവരുടെ മുൻകാലങ്ങളിൽ നിന്ന് കൈമാറി കിട്ടിയ ആചാരങ്ങൾക്കനുസരിച്ചാണ്. അതിനകത്ത് പെട്ടിട്ട് അവരവരുടെ ഡെയിലി ലൈഫ് കൊണ്ടുപോകുമ്പോൾ ഇതൊന്നും മാറ്റാനുള്ള കാര്യങ്ങൾ അവരാലോചിക്കാൻ പറ്റില്ല എന്ന ഉദാരമായിട്ടുള്ള വലിയ മനുഷ്യസ്നേഹപരമായിട്ടുള്ള ഒരു ചിന്ത വെച്ചിട്ടാണ്. അതുകൊണ്ടുകൂടിയാണ് ബാല്യകാലസഖിയിൽ സുഹറയും മജീദും, മജീദിന്റെ വാപ്പായും സുഹറയുടെ വാപ്പായും ഉമ്മായും ഒക്കെയാണ് ഉള്ളതെങ്കിൽ പോലും ഇത് ഒരു മുസ്ലിം കഥ ആയിട്ടല്ല. ഇതൊരു മനുഷ്യന്റെ ആകെ, അത് മലയാളികളുടെ ആകെ എന്നല്ല, മനുഷ്യന്റെ ആകെ ജീവിതത്തിന്റെ ഒരു ആകെ തുകയായിട്ട് ഈ ജീവിതം തുടിച്ചു നിൽക്കുന്നു എന്ന് പറയല്ലേ, അങ്ങനെ നിൽക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടി വരിക. അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ ഒരു ബുക്കുകൾക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിന് അനശ്വരമാണെന്ന് പറയുന്നു. അപ്പൊ മലയാളത്തിലൊരു അനശ്വര കൃതിയായിരിക്കുമോ ഈ ബാല്യകാലസഖി? അല്ല, നമുക്കത് അറിയില്ല. പക്ഷേ 82 കൊല്ലക്കാലം നിന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മാത്രമല്ല ചെറിയ നോവലാണല്ലോ. എന്ന് മാത്രമല്ല ഞാനിപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുസ്തകം എടുത്തു നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യാം എന്ന് കരുതിയപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബാല്യകാലസഖി വായിക്കുന്നത്. അപ്പം നമ്മളെ ഇപ്പോൾ വായിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജോലി എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരുടെയും ജോലി അവരെ പലതിലേക്ക് നിർബന്ധിക്കുന്നുണ്ട്. പിന്നെ സിനിമ കാണണം, സീരീസ് കാണണം, പുതിയ നോവലുകൾ വായിക്കണം, റീൽസ് കാണണം. അപ്പോൾ നമുക്ക് സമയമില്ല, ആർക്കും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പഴയൊരു നോവലാണെങ്കിൽ, 82 വർഷങ്ങളുടെ നോവലാണെങ്കിൽ DC ബുക്സ് ഇത് അടിക്കാതിരിക്കില്ലേ ചെയ്യുക, ആളുകൾ വായിക്കാതിരിക്കില്ലേ ചെയ്യുക. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ 76ാമത്തെ പതിപ്പ് വന്നിരിക്കുകയാണ്. ഈ പതിപ്പ് നല്ല വളരെ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള, ബഷീറിനെ നേർക്കുനേർ കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ ബഷീർ മരിച്ചു പോയതിനു ശേഷം ജനിച്ച ആളുകളടക്കം ചിത്രം വരച്ചിട്ടും മറ്റൊക്കെ പുസ്തകങ്ങൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബഷീറിന്റെ പുസ്തകം നമുക്കറിയില്ല ഒരു കലാസൃഷ്ടി എങ്ങനെയാണ് അതിജീവിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത് വായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പം 50 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ പ്രിന്റഡ് ബുക്ക് തന്നെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ സാഹിത്യകൃതി എന്ന് പറഞ്ഞാൽ ഈ 82 കൊല്ലക്കാലം അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തോ ഒരു ശേഷിയുണ്ട് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ അതിനുവേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വായിക്കുമ്പോൾ സംസാരിക്കാനായിട്ട് പുതിയ ലെയർ വന്ന് തുറന്നു വരികയാണ്. അപ്പോൾ നമ്മൾക്ക് ആകെ സന്തോഷം കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കാലം മലയാളി എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഈ ഭാഷയും ഈ മനുഷ്യരും നിലനിൽക്കുന്നിടത്തോളം കാലം ബഷീർ ഈ പുസ്തകം വായിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടു ടെൽ ദ ടൈലിൽ അടുത്ത പ്രാവശ്യം മറ്റൊരു ബുക്കുമായി നമുക്ക് വീണ്ടും കാണാം.